ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. ഫസ്റ്റ് മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇവരുടെ അടുത്ത് ഫിസിക്കൽ ലെവലിൽ ഉണ്ടാവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് ഇവർ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇവരുടെ അടുത്ത് വേണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവർ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാകണമെന്നാണ്. നിങ്ങളുടെ കൂടെ ലൈഫ് എൻജോയ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും പുറത്ത് കറങ്ങാൻ പോവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഫിസിക്കൽ ലെവലിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് അത്രമാത്രം കണക്റ്റ് ആകുന്നുണ്ട് എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ മെസ്സേജ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുകയുള്ളൂ. നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് എങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്ന രീതിയിലുള്ള വാക്കുകൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ ഇവർ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് പുറത്ത് വന്നതായിട്ട് അല്ലെങ്കിൽ പുറത്ത് വന്ന് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. തേർഡ് പാർട്ടി ആയാലും അതർ സിറ്റുവേഷൻ ആയാലും ഫാമിലി ആയാലും എന്തായാലും ഇവിടെ നിങ്ങൾക്കൊരു വിശ്വാസം തരുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഒട്ടും തന്നെ ഇവർ സന്തോഷമായിട്ടല്ല ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു മാരേജ് ചെയ്ത ആളുമായിട്ട് ഒട്ടും തന്നെ ഹാപ്പി ആയിട്ടല്ല അവർ ഉള്ളത്. എങ്ങനെയെങ്കിലും ആ ഒരു സിറ്റുവേഷൻ എന്താക്കി പുറത്തു വരുവാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാരുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ കാണാറുണ്ട്. അതായത് പേരൻസ് പറയുന്നത് കേട്ട് ഒരാളെ വിവാഹം ചെയ്തു, പക്ഷേ ആ ഒരു വിവാഹ ജീവിതം വളരെയധികം ശ്വാസം മുട്ടലായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അതായത് ഒരു ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആ ഒരു വിവാഹ ജീവിതം. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന എങ്ങനെയെങ്കിലും ആ ഒരു വിവാഹ ജീവിതം മതിയാക്കി പുറത്തു വരാം എന്നൊക്കെയാണ് ആലോചിക്കുന്നത്. അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആ ഒരു രീതിയിലാണ് ഉള്ളത്. കാരണം ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അവർ പറയുന്ന ആളെ മാരേജ് ചെയ്തിട്ട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ, അതായത് അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും, ഞാൻ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ എന്താക്കും എന്ന് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ, അതായത് മാരീഡ് സിറ്റുവേഷൻ അവർ ഒട്ടും തന്നെ ഹാപ്പി ആയിട്ടല്ല ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ ഫസ്റ്റ് മെസ്സേജ്. അതായത് സ്റ്റക്ക് സിറ്റുവേഷനും അനുഭവിക്കുന്ന ആൾക്കാർ, കൂടാതെ അതർ സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ആൾക്കാർ, അവർക്ക് അവരുടെ എല്ലാം പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് അവരുടെ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ എന്താക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട്. ഇവിടെ ഒന്നുകിൽ നിങ്ങളായിരിക്കും ഇവരെ ചീറ്റ് ചെയ്തത്, ഇല്ല എങ്കിൽ ഇവരായിരിക്കും നിങ്ങളെ ചീറ്റ് ചെയ്തത്. എന്തായാലും ഇവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ട്, ഇല്ല എങ്കിൽ നിങ്ങൾ ഇവരോട് മാപ്പ് ചോദിക്കുന്നതായിട്ട്, ഇവർ മാപ്പ് തരുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളാണ് ഇവിടെ ചീറ്റ് ചെയ്തത് എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ പേഴ്സൺ എനിക്ക് മാപ്പ് തരുമോ എന്ന്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാപ്പ് തരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. തേർഡ് മെസ്സേജ്, നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ ഒരു പ്ലെയർ എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പ്ലെയർ എനർജി എന്ന് പറയാൻ ഞാൻ കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെയധികം സ്നേഹത്തിൽ സംസാരിക്കും. നിങ്ങളോട് ഫോൺ കട്ട് ചെയ്തിട്ടും വേറൊരു വ്യക്തിയോടും ഇതേപോലെ സ്നേഹത്തോടും സംസാരിക്കുന്നതായിട്ട്, അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അഫെയറിൽ നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട്, അങ്ങനെ ഒരു എനർജിയാണ് പ്ലെയർ എനർജി ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ മേൽ നിങ്ങൾക്ക് സംശയമുണ്ട്. അതായത് ഇവർ എന്നെ കളിപ്പിക്കുകയാണ്, ഇവർക്ക് വേറൊരാളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാകും. ക്ലിയറായിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇവർ പറയും, അതെ ഞാൻ വേറൊരാളുമായിട്ട് ബന്ധം വയ്ക്കുന്നു, അവരോട് സംസാരിക്കുന്നു, നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിൽക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിൽക്കുക, ഇല്ല എങ്കിൽ പോകുക എന്നുള്ള രീതിയിൽ ക്ലിയർ കട്ടായിട്ട് ഇവർ പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും നിങ്ങളുടെ പേഴ്സണെ ഒത്തിരി സംശയമുണ്ട്. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുറന്നു പറച്ചിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഹേർട്ടാകും. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ നിന്നാൽ മതി, ഇല്ല എങ്കിൽ പൊയ്ക്കോളൂ, ഞാൻ വേറൊരാളുമായിട്ട് ബന്ധം വയ്ക്കുന്നുണ്ട് എന്ന് തുറന്ന് അവർ ഭാഗത്തുനിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഹേർട്ടാകും. ഇവിടെ അങ്ങനെ ഒരു എനർജി വരുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ചിലപ്പോൾ ഈ ഒരു കാര്യം എല്ലാവർക്കും റെസൊണേറ്റ് ആകണമെന്നില്ല. ചില ആൾക്കാർക്ക് മാത്രമേ ഒരു എനർജി റെസൊണേറ്റ് ആവുകയുള്ളൂ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മേലൊരു സംശയമുണ്ട്, അതായത് ഇവർക്ക് നിങ്ങളായിട്ടല്ല വേറൊരാളുമായിട്ട് ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു എനർജി റെസൊണേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി.
അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാർക്കും അവരുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചതി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിലും അൺമാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിലും ഈ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഈ രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് നിങ്ങളെ ചതിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ വളരെയധികം വർക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണ്. അവർ അവരുടെ ജീവിതത്തിൽ വർക്കിന് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നു. പക്ഷെ എന്നിട്ടും വർക്കിൽ കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങളോട് സംസാരിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഇവർ വർക്കിൽ നിന്ന് കുറച്ച് സമയമെടുത്ത് നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. മാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിലും അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ദൂരെയുള്ള ആളാണ്, വർക്ക് ചെയ്യുന്ന ആളാണ് എങ്കിൽ നിങ്ങൾ കുറച്ച് അവധി എടുത്തിട്ട് നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വരുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇനി നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒട്ടും തന്നെ സംസാരമില്ല. നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്. അവരുടെ ഒരു അറിവും നിങ്ങൾക്കില്ല എങ്കിൽ അവരുടെ മെസ്സേജ് നിങ്ങൾക്ക് വരാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫോൺ നമ്പർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിലോ അവരുടെ ഒരു വിവരവും നിങ്ങൾക്കില്ല എങ്കിൽ ഇവർ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് നിങ്ങളെ വിളിച്ച് അവരുടെ വിവരങ്ങൾ പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും ടവർ മൂവ്മെൻറ്റിൽ കൂടെ ഈ ഒരു കഴിഞ്ഞു സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ മേജറായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ അവർ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് എന്തെങ്കിലും രീതിയിലുള്ള ബാഡ് ന്യൂസ് റിസീവായി കാണും. അത് നിങ്ങളോട് ചിലപ്പോൾ ഇവർ പറയുന്നതാണ്. ഇല്ല എങ്കിൽ ഇവിടെ ലൈഫിൽ എന്തോ ഒരു വലിയ ടവർ മൂവ്മെൻറ്റ് വരാൻ പോകുന്നതായിട്ട് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരികയും അവർക്ക് ആ ഒരു തോന്നൽ ഉണ്ടാവുകയും, അതായത് നിങ്ങളില്ലാതെ ഇവരില്ല നിങ്ങളില്ല എന്നുള്ള തോന്നൽ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നെഗറ്റീവായിട്ടുള്ള രണ്ട് എനർജിയാണ് ഞാൻ പറഞ്ഞത്. പ്ലെയർ എനർജി, അവർ നിങ്ങളെ കൂടാതെ വേറൊരാളുമായിട്ട് ബന്ധം വയ്ക്കുന്നു. രണ്ടാമത് ഹാർട്ട് ബ്രേക്ക്, അതായത് നിങ്ങളെ ചതിക്കുമെന്ന് ഇവർ തുറന്ന് പറയും. അങ്ങനെ ഒരു എനർജി, ഇവിടെ രണ്ട് എനർജി ഉണ്ട്. ഞാൻ പറയുന്നത് ഈ ഒരു രണ്ട് എനർജി നിങ്ങൾക്ക് ആർക്കും റെസൊണേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. കാരണം അത് രണ്ടും നെഗറ്റീവായിട്ടുള്ള എനർജിയാണ്, ബാക്കിയൊക്കെ ഒരുവിധം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് വിശ്വാസം തരുന്നതാണ്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടേതാണ്, എപ്പോഴും നിങ്ങളുടേത് തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഒരു വിശ്വാസം നിങ്ങൾക്ക് തരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങളില്ലെങ്കിൽ അവരില്ലെങ്കിൽ നിങ്ങളില്ല, അങ്ങനെ ഒരു എനർജി. അപ്പോൾ ഇതാണ് എൻ്റെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.